നമ്മുടെ കൊക്കോപീറ്റ് പ്രോസസ്സ് ചെയ്യുന്ന വിധം കാണിക്കുവാണേ. ഇത് നമ്മൾ ചുമ്മാതെ കൊണ്ടുവരുന്ന വഴുതിയൊന്നും ഉപയോഗിക്കരുത്, ചെടികൾ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കണം. അതിന് പച്ചച്ചാണകമാണ് വേണ്ടത്. പച്ചച്ചാണകം സ്ലറിക്കകത്ത് ഇത് 1-2 ദിവസം ആഡ് ചെയ്ത് വെച്ചിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിപ്പോൾ എനിക്ക് പച്ചച്ചാണകം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ കുമ്മായമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുമ്മായത്തിലും നമുക്കിത് ചെയ്യാം. ഞാൻ കുമ്മായം എല്ലാം കൃഷിക്ക് വേണ്ടെല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ കുമ്മായം ടബിലേക്ക് ഇട്ടു, വെള്ളം ഒഴിക്കുകയാണേ. അപ്പോൾ ഇതൊരു 4.5 കിലോയുടെ ഒരു ബ്ലോക്കാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ. അപ്പം 4.5 കിലോയുടെ ഈ ബ്ലോക്കാണ് ഇത്. നമ്മൾ ഈ വലിയൊരു ടബ്ബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ടബിനകത്തോട്ട് ഇത് നമ്മൾ എടുത്ത് വെക്കുക. ഞാൻ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നു. ഇത് പിന്നെ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് സോക്ക് ചെയ്യുക. സോക്ക് ചെയ്യുമ്പോൾ ഈ ടബ്ബ് നിറച്ചും കിട്ടും. ടബ്ബ് നിറയെ എനിക്ക് കിട്ടി. പിന്നെ നമ്മൾ 2 ദിവസമെങ്കിലും ഇത് ഈ വെള്ളത്തിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത്. പിന്നെ 3-ാമത്തെ ദിവസം പുതിയ വേറൊരു വെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് ഒന്നുകൂടെ എടുത്താൽ അത്രയും നല്ലതാണ്. അല്ല, ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഇട്ടേക്കണം. എന്നിട്ട് പിന്നെ നമ്മളിത് പിഴിഞ്ഞ് വാരി എടുത്തിട്ട് ഈ ഷെയ്ഡിലിട്ട് വേണം ഉണക്കാൻ കേട്ടോ. അല്ല വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കരുത്, ഷെയ്ഡിലിട്ട് ഉണക്കി ചാക്കിനകത്തോ വല്ലയിടത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്താൽ പിന്നെ നമുക്ക് ഈ കൃഷിയുടെ ആവശ്യങ്ങൾക്കും റീപോർട്ട് ചെയ്യുമ്പോഴും പോട്ടിംഗ് മിക്സിനകത്തൊക്കെ ആഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ ഈ കൊക്കോപീറ്റ് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ ചകിരിച്ചോറ് അങ്ങനെ ഉപയോഗിക്കരുത്, പണി കിട്ടും. ശരി, ഓക്കേ.